മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മുടെ പിണറായി സഖാവിന് 3 മോഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന തരത്തിലുള്ള ഒരു വൻകിട വികസന പദ്ധതി നടപ്പാക്കുക. രണ്ടാമത്, ശ്രീനാരായണ ഗുരുദേവൻ മുതൽ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ വരെയുള്ള നവോത്ഥാന നായകരുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കുക. മൂന്നാമത്തേത്, നവകേരള ശില്പിയായിട്ട് അറിയപ്പെടുക. ഈ മൂന്നാമത്തെ ആഗ്രഹം അദ്ദേഹത്തിൽ മുളപൊട്ടിയത് 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഇപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, ഫലം പുറത്തു വന്നപ്പോൾ ഈ മോഹങ്ങളെല്ലാം അസ്തമിച്ച് പ്രതിച്ഛായ നഷ്ടത്തിന്റെ പടുകുഴിയിൽ കിടക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4 പ്രധാന വികസന പദ്ധതികൾ കേരളത്തിൽ ആരംഭിക്കുകയുണ്ടായി. ഒന്ന്, കണ്ണൂർ വിമാനത്താവളമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അവിടെ വിമാനം ഇറങ്ങിയതാണ്. പക്ഷേ അത് ഔപചാരികമായി തുറക്കുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ പോവുകയും പിണറായിയുടെ ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു. അത് ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ അകം തുറക്കാമായിരുന്നു. പക്ഷെ പിണറായി അത് ചെയ്തില്ല. അതിന്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. റൺവേയുടെ നീളം കൂട്ടണം എന്ന ആവശ്യം ഉന്നയിച്ച് അതിന്റെ ഉദ്ഘാടനം വൈകിപ്പിച്ചു. പക്ഷേ റൺവേക്ക് നീളം കൂട്ടിയില്ല. അല്ലാതെ തന്നെ കുറെ മാസങ്ങൾക്ക് ശേഷം കണ്ണൂർ വിമാനത്താവളം ഔപചാരികമായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. രണ്ടാമത്തേത് കൊച്ചി മെട്രോയാണ്. അതും ഏതാണ്ട് പൂർത്തിയായതാണ്. പക്ഷേ അതിന്റെ ഉദ്ഘാടനം നടന്നപ്പോൾ ഇത് ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പോലും ക്ഷണിക്കാതെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കാനാണ് അന്ന് പിണറായി സർക്കാർ ശ്രമിച്ചത്. മറ്റൊന്ന് സ്മാർട്ട് സിറ്റിയാണ് കൊച്ചിയിൽ. അത് നമ്മുടെ IT വികസനത്തിന്റെ ചാലക ശക്തിയായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. നാലാമത്തേത് വിഴിഞ്ഞം തുറമുഖം. കേരളത്തിന്റെ, തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഒരു വൻകിട വികസന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ചതാണ്. അതിനുശേഷം പിണറായി വിജയന് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഒന്നും അവകാശപ്പെടാനില്ല. അതിന് നിർമ്മാണത്തിനാവശ്യമായ കരിങ്കല്ല് കൃത്യസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ പോലും ഗവൺമെന്റിന് സാധിച്ചില്ല. നിർമ്മാണ സാമഗ്രികളുമായി ചൈനയിൽ നിന്നോ മറ്റോ വന്ന ഒരു കപ്പൽ വിഴിഞ്ഞത്തെത്തിയപ്പോൾ ഒടിയും പിടിച്ചു നിന്നല്ലാതെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഒന്നും അവകാശപ്പെടാനില്ല. അങ്ങനെ പിണറായി സർക്കാരിന്റെ പേരിൽ പറയാവുന്ന ഒരു വികസന പദ്ധതി ഇല്ല എന്ന് പലരും ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് നമ്മുടേതായ ഒരു പദ്ധതി ആരംഭിച്ചാലോ എന്നൊരു തോന്നൽ പിണറായി സർക്കാരിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും ഉണ്ടായത്. അങ്ങനെ അവതരിച്ചതാണ് കേരയിൽ. കേരയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെതായ അതിവേഗ റെയിൽപാത, അതിലൂടെ ബുള്ളറ്റ് ട്രെയിനിനേക്കാൾ വേഗതയിൽ ഓടുന്ന തീവണ്ടി. അതിന്റെ ഒരു സങ്കല്പം ഇതായിരുന്നു. തലശ്ശേരിയിൽ അപ്പം വിറ്റ് ജീവിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി അപ്പം ഉണ്ടാക്കി രാവിലെ കേരയിൽ കയറി തിരുവനന്തപുരത്തെത്തി അപ്പം മുഴുവൻ വിറ്റ് നല്ല ലാഭം ഉണ്ടാക്കി അന്ന് വൈകിട്ട് തന്നെ തലശ്ശേരിയിൽ തിരിച്ചെത്തണം. അതായിരുന്നു സങ്കല്പം. അങ്ങനെയാണ് പിണറായി സർക്കാരും CPM അതിനെ കണക്കാക്കിയത്. അപ്പൊ അതിന്റെ പ്രവർത്തനം പെട്ടെന്ന് ആരംഭിച്ചു. കേരളിന് വേണ്ടി ഒരു പ്രത്യേക കമ്പനിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന്റെ അലൈൻമെന്റ് നിശ്ചയിക്കുന്നതിനുള്ള നടപടികളായി. അതിന്റെ ഭാഗമായിട്ട് സർക്കാർ, അല്ലെങ്കിൽ ഈ കേരയിൽ കമ്പനി, മഞ്ഞ ചായമടിച്ച കുറെ കുറ്റികൾ വല്ലവന്റെയും പറമ്പിൽ സ്ഥാപിക്കാൻ ചെന്നു. ഇവിടെയാണ്, അല്ലെങ്കിൽ ഇതുവഴിയാണ് കേരയിൽ കടന്നു പോവുക എന്ന ഒരു സങ്കല്പത്തോടുകൂടി നാട്ടുകാർ സംഘടിച്ച് അതിനെ എതിർത്തു. അവർ ഈ മഞ്ഞക്കുറ്റികള് പിഴുതെറിഞ്ഞു, അടുത്ത തോട്ടിൽ കൊണ്ട് കളഞ്ഞു. അതോടെ ഏതാണ്ട് കേരയിൽ ചത്തു. കുറെ കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ബുള്ളറ്റ് ട്രെയിൻ കൂടി പ്രഖ്യാപിച്ചതോടുകൂടി അതിന്റെ ശവസംസ്കാരവും കഴിഞ്ഞു. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന സുപ്രീം കോടതി വന്നപ്പോഴാണ് നവോത്ഥാന നായകനായി മാറാനുള്ള ഒരു അവസരമുണ്ടായതായി ശ്രീ പിണറായി വിജയന് തോന്നിയത്. ശബരിമലയിൽ ലിംഗഭേദമന്യേ സ്ത്രീകളെയും പ്രവേശിപ്പിക്കാൻ മുൻകൈയെടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ പാഠപുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ തന്റെ പേർ പതിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് വളരെ സ്വാഭാവികമാണ്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെതിരായിട്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ആ പ്രക്ഷോഭങ്ങളെ, ആ സമരങ്ങളെ
പിണറായി സർക്കാർ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് തന്നെ നേരിട്ടു. അതുപോലെ തന്നെ 2 സ്ത്രീകളെ ഇരുളിന്റെ മറവിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചു. ഇത്രയുമൊക്കെ ചെയ്തെങ്കിലും സ്ത്രീ പ്രവേശനം സാധ്യമായില്ല. അത് പരാജയപ്പെട്ടു പോയി. അപ്പോഴാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപവൽക്കരിച്ചുകൊണ്ട് കേരളത്തിന്റെ നവോത്ഥാനത്തെ പുതിയ ഒരു ദിശയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ ആരംഭിച്ചത്. വെള്ളാപ്പള്ളി നടേശഗുരുവായിരുന്നു അതിന്റെ അധ്യക്ഷൻ. പുന്നല ശ്രീകുമാർ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവർ കുറെ ശ്രമങ്ങളൊക്കെ നടത്തി. സമൂഹത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഇല്ലാതാക്കുക, സമുദായങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം, അവർ തമ്മിൽ ചേരിപ്പോരുകൾ ഉണ്ടാകാതെ സമാധാന അന്തരീക്ഷം സംസ്ഥാനത്ത് സ്ഥാപിതമാക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശന് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത്. അതായത് മുസ്ലിം സമുദായം ഈ സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അർഹമല്ലാത്ത പലതും നേടിയെടുക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ തുറന്നു പറയുന്ന ഒരു ദേഹമാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം അത് ഉറക്കെ പറഞ്ഞു. സംഭവിച്ചതെന്താ? ഈ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുജാഹിദ് നേതാവായ ഡോക്ടർ ഹുസൈൻ മടവൂർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ട് സ്ഥലം വിട്ടു. ഇപ്പോ ഈ സമിതി ഊർധ്വൻ വലിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നവഭാരത ശില്പിയാകാനുള്ള ആഗ്രഹം പിണറായിക്ക് ഉണ്ടായത്. അതിനുവേണ്ടി 1.5-2 കോടി രൂപ മുടക്കി ഒരു പ്രത്യേക വാഹനം, ഒരു ബസ്സൊക്കെ തയ്യാറാക്കി അതിന് പ്രത്യേക ലിഫ്റ്റൊക്കെ പിടിപ്പിച്ച് കാസർഗോഡ് മുതൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് ഒരു അശ്വമേധം നടത്തി, മന്ത്രിമാർക്കൊപ്പം അവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട്. ഈ അശ്വം എന്ന് പറയുന്ന ഒരു ബസ്സായിരുന്നു കേട്ടോ. അതിനാണ് ഈ പ്രത്യേക ലിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നത്. മേധം നടന്നു, തിരുവനന്തപുരം വരെ എത്തി. ഇതിൽ പ്രതിഷേധിച്ച കുറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവരുടെ ജീവരക്ഷയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിച്ചതച്ചതല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഈ നവകേരള യാത്ര കൊണ്ടോ നവകേരള സദസ് കൊണ്ടോ ഉണ്ടായില്ല. ഈ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വഹിച്ചുകൊണ്ട് അശ്വമേധം നടത്തിയ കുതിരയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ബസ് ഇപ്പോൾ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടില് സർവീസ് നടത്തുന്നു. ഇതൊന്നും ശ്രീ പിണറായി വിജയന്റെ സ്വന്തം ആഗ്രഹങ്ങൾ ആയിരിക്കണമെന്നില്ല. അദ്ദേഹത്തിന് ചുറ്റും നിന്ന ചില വൈതാളിക വൃന്ദം, ഇദ്ദേഹത്തെ സൂചിപ്പിച്ച് എന്തെങ്കിലും സ്ഥാനങ്ങൾ നേടാൻ ആഗ്രഹിച്ചവര്, അവരദ്ദേഹത്തെ ചാടുകയറ്റിയതാവാനാണ് എല്ലാ സാധ്യതയും. അവരാഗ്രഹിച്ച രീതിയിൽ സ്ഥാനമാനങ്ങൾ നേടി കടന്നുപോയി. ശ്രീ പിണറായി വിജയനാവട്ടെ ഇപ്പോൾ പ്രതിച്ഛായ നഷ്ടത്തിന്റെ ശരശയ്യയില് പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച 19-1 എന്ന പരാജയത്തിന് ശേഷം പോലും തല ഉയർത്തി നിന്ന നേതാവായിരുന്നു പിണറായി വിജയൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതി അങ്ങനെയല്ല. മുന്നണിയിലെ 2ാമത്തെ ഘടകകക്ഷിയായ CPI അവരുടെ ജില്ലാ കൗൺസിൽ സമ്മേളനങ്ങളിലും എക്സിക്യൂട്ടീവുകളിലും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരെയും ഇട്ട് ഇന്ധനം തട്ടുകയാണ്. ഇടുക്കിയിലെ ജില്ലാ കൗൺസിൽ യോഗം അഭിപ്രായപ്പെട്ടത് CPI മുന്നണി വിട്ടു പോരണമെന്നാണ്. അതുപോലെ എറണാകുളം ജില്ലാ കൗൺസിൽ മുഖ്യമന്ത്രിയും മറ്റെല്ലാ മന്ത്രിമാരും മാറണം എന്ന് ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല, കൊല്ലത്ത് വിഗ്രഹം തച്ചുടച്ചു കളഞ്ഞിട്ട് തലമാറ്റി പുതിയ വിഗ്രഹം സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, പിണറായി വിജയൻ വളരെ വ്യക്തിപരമായിട്ട് വിമർശിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ തന്നിഷ്ടവും ധാർഷ്ട്യവും അഹങ്കാരവും വിദേശയാത്ര ഭ്രമവുമാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ദുഷ്പ്രവണതകളാണ് ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഇതുപോലൊരു വലിയ പരാജയം ഉണ്ടാക്കിയത് എന്ന് CPIയുടെ യോഗങ്ങളിൽ തുറന്നു പറയുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മകൾ, അവരുടെയൊക്കെ പേരിലുള്ള അഴിമതി കഥകളുമായി ബന്ധപ്പെട്ട്
പരാജയത്തിന്റെ പേരിൽ നിശ്ചിതമായി വിമർശിക്കപ്പെടുന്നു. CPM-നും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. അവരുടെ സംസ്ഥാന സമിതി നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നിഷ്ടം, അഹങ്കാരം, മൈക്കിനോട് പോലും കാട്ടുന്ന അസഹിഷ്ണുത, അതുപോലുള്ള വിദേശയാത്രാ ഭ്രമങ്ങൾ, ഇതൊക്കെ വല്ലാതെ ഇടതുമുന്നണിയെ CPM-നെ ബാധിച്ചുവെന്ന് CPM സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ പോലും പറയുന്നു. കഴിഞ്ഞ 8-10 വർഷങ്ങളായിട്ട് ഒരു ചെറുവാക്ക് പോലും പിണറായി വിജയനെതിരെ ഉയരാത്ത സംസ്ഥാന സമിതിയിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അംഗം ആവശ്യപ്പെട്ടത് പിണറായി വിജയനെതിരായിട്ടുള്ള വിമർശനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുതെന്നാണ്. അതിനർത്ഥം CPI പോലെയുള്ള ഘടകകക്ഷികൾ അല്ലെങ്കിൽ പാർട്ടി ബന്ധമില്ലാത്ത ആളുകളൊക്കെ പൊതു ഇടങ്ങളിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ശ്രദ്ധിക്കണം, അത് കണക്കിലെടുക്കണം എന്ന് തന്നെയാണ്. കൊല്ലത്തെ ഒരു കൗൺസിൽ അംഗം, ജില്ലാ കൗൺസിൽ അംഗം ചോദിച്ചു, അമേരിക്കൻ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത രക്ഷാസന്നാഹങ്ങള് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തിനാണ്? അതുപോലെ തന്നെ അദ്ദേഹം കറുത്ത കാറിലെ യാത്ര ചെയ്യൂ എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മോഡിയും മറ്റും ഒരു കറുത്ത റോൾസ് റോയ്സ് കാറിലാണ് സഞ്ചരിക്കുന്നത്. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചത്. പിണറായി വിജയൻ പ്രസംഗിക്കുന്ന യോഗങ്ങളിൽ, ചടങ്ങുകളിൽ 5 ലക്ഷം രൂപ ചെലവ് വരുന്ന വേദി, സ്റ്റേജ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഒരു ജില്ലാ കൗൺസിൽ അംഗം ചോദിച്ചതാണ് കൊല്ലത്തെ. ആ യോഗത്തിൽ മറ്റൊരു കൗൺസിൽ അംഗം പറഞ്ഞ കഥ വളരെ രസാവഹമാണ്. അദ്ദേഹം കുഞ്ഞായിരിക്കുമ്പോൾ, അന്ന് നായനാരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഈ കുട്ടി കടന്നു ചെന്നു. ചെന്നപ്പോൾ അദ്ദേഹത്തിന് നായനാരുടെ അടുത്തു ചെല്ലാനും അദ്ദേഹത്തെ കാണാനും തൊട്ടടുത്ത് നിൽക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി. ആരും തടഞ്ഞില്ല. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഒരു മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയാണ് CPI-യുടെ. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ പിണറായി വിജയന്റെ കമാൻഡോകൾ ഈ CPI നേതാവിനെ തള്ളി ഓടിക്കുകയാണ് ഉണ്ടായത്. അതിനിപ്പോ പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ഈ കൗൺസിൽ അംഗത്തിന് തന്നെയാണ്. കാരണം അദ്ദേഹം കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്. അദ്ദേഹം നായനാരും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമായിരുന്നു. പിണറായി വിജയനെ അറിയണമായിരുന്നു. അല്ലാതെ അതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ അടുത്തു ചെല്ലാൻ ശ്രമിച്ചാൽ കമാൻഡോകൾ അന്ന് തള്ളിയതേ ഉള്ളൂ, ഇനി എന്നാൽ ചിലപ്പോൾ തൊഴിച്ച് മാറ്റുമായിരിക്കും. അത് അദ്ദേഹത്തിന്റെ തന്നെ കുറ്റമായിട്ട് കണക്കാക്കാനേ സാധിക്കും. സാധാരണഗതിയിലെ രാഷ്ട്രീയ നേതാക്കള് തോൽവികൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് പാഠം പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി, അദ്ദേഹം ദൈവതുല്യനായിട്ട് ദൈവമായി ചമഞ്ഞ് നടന്ന ഒരാളായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായി. NDA അധികാരത്തിൽ വന്നെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് BJP പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ യോഗത്തിൽ അദ്ദേഹം വന്നത് ഒരു പഴയ ആളായിട്ടല്ല. അദ്ദേഹം ചെങ്കോലും ദണ്ടും ഒന്നും കൊണ്ടല്ല വന്നത് അധികാരത്തിന്റെ. പകരം അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോപ്പിയുമായിട്ടാണ് വന്നത്. അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി, ഒരു വൻ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ കച്ചുകെട്ടി മത്സരത്തെ നേരിട്ടിരുന്ന മോഡി തിരിച്ചടി നേരിട്ടപ്പോൾ ഭരണഘടനയെ തൊട്ട് അതിനോടുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം തുടക്കമിട്ടത്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അങ്ങനത്തെ മാറ്റങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ധിക്കാരത്തിനോ അഹങ്കാരത്തിനോ ഒന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കണ്ണൂരിലെ എരഞ്ഞോളിയിൽ കഴിഞ്ഞ ദിവസം ഒരു ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ മരിച്ചു. അതിനെക്കുറിച്ച് ഒരു അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് നിയമസഭയിൽ വന്നപ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പലരും ബോംബുകൾ ഉണ്ടാക്കും, അതായത് ഒരു സ്വാഭാവികമായ കാര്യമാണെന്ന്. കണ്ണൂരിലേക്ക് അത് വളരെ പതിവ് രീതിയാണ്. അതിനൊക്കെ രാഷ്ട്രീയ നിറം കൊടുത്തിട്ട് കാര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ഈ ബോംബ് നിർമ്മാണം ആരംഭിച്ചത് കോൺഗ്രസ് പാർട്ടിയാണെന്ന്. അല്ലാതെ കഴിഞ്ഞ ദിവസം അവിടെ എരഞ്ഞോളിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായി എന്തെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പോ എത്ര കൊണ്ടാലും പഠിക്കാത്ത ഒരു സ്വഭാവമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൊണ്ടാലെങ്കിലും പഠിക്കണം. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രം ബാധകമല്ല, എല്ലാവർക്കും ബാധകമാണ്. കൊണ്ടാലെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ ചരിത്രം പാഠം പഠിപ്പിക്കും.